ഹായ്, നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ പൊരിച്ചതാണ് നമ്മുടെ വേളൂരി പൊരിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേളൂരി പൊരിച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മീൻ വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 10 വേളൂരി എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പകുതി നാരങ്ങയുടെ നീര്, കുരു വീഴാതെ നോക്കണം, പകുതി മതി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ നമ്മൾ കഴുകിയെടുത്തപ്പോൾ ചെറിയൊരു നനവുണ്ട്, അത് മതി. വലിയ മീനാണെങ്കിൽ നമുക്ക് കൂടുതൽ പൊടികൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ചെറിയ മീനാകുമ്പോൾ അധികം പൊടികൾ ചേർക്കേണ്ട. ഇതെല്ലാം ചേർത്ത് മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. മീൻ ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വരഞ്ഞാലേ മീനിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ചു വരുള്ളൂ. ഈ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് മീൻ പൊരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുനാരങ്ങ നീരിൻ്റെ ചെറിയ പുളിയും എല്ലാം വരുമ്പോൾ മീൻ പൊരിച്ചതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മസാല പുരട്ടി ഒരു അരമണിക്കൂർ മിനിമം വയ്ക്കുക. ഇല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. മിനിമം ടൈം അരമണിക്കൂറാണ്. ഇത് നമുക്കിനി എല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ പൊരിക്കാൻ തുടങ്ങാം. നമ്മളിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് മീൻ പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഇതൊന്ന് കുക്കായി വരട്ടെ. വേഗം തന്നെ കുക്കായി വരും. ഒരു 3 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു സൈഡ് കുക്കായി വന്നോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു സൈഡ് കുക്കാവുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വന്നാൽ മതി കേട്ടോ. ഒരുപാടൊന്ന് ഡാർക്കായിട്ട് ബ്രൗൺ ആയി വരേണ്ട ആവശ്യമില്ല. കറിവേപ്പില ചേർത്ത് ഇതുപോലെ മീൻ ഫ്രൈ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ ഈ എണ്ണയ്ക്കും കിട്ടും. ആ എണ്ണയിൽ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ആ മീനിലേക്കും കിട്ടും. അപ്പോൾ നമുക്ക് ഈ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മീൻ ഫ്രൈ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം വീണ്ടും കാണാം.